പ്രിയ കുട്ടികളെ നമസ്കാരം. നമ്മളിന്ന് 9ാം ക്ലാസ്സിൻ്റെ മാത്സ് ഒന്നാമത്തെ ചാപ്റ്ററായ സമവാക്യ ജോഡികൾ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് അതിൽ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 10 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Now try these problems in any way you like, as mental math, as an equation with a single letter or as a pair of equations with 2 letters. അപ്പോൾ താഴെ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് മെൻ്റൽ മാത്ത് മനക്കണക്കായോ അല്ലെങ്കിൽ 1 വേരിയബിൾ 1 ലെറ്റർ അല്ലെങ്കിൽ 2 ലെറ്റർ അതായത് 1 വേരിയബിളോ അല്ലെങ്കിൽ 2 വേരിയബിൾ ഉപയോഗിച്ചിട്ടുള്ള ഈക്വേഷൻസ് ആയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Priya bought a bag and a pair of slippers for 1,100 rupees. The bag costs 300 rupees more than the slippers. What is the price of slippers and the price of bag? അതായത് പ്രിയ 1,100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ചെരുപ്പിൻ്റെ വില എന്താണ്, ബാഗിൻ്റെ വില എന്താണ്? അപ്പോൾ നമുക്ക് ബാഗിൻ്റെയും ചെരുപ്പിൻ്റെയും വില നേരിട്ട് തന്നിട്ടില്ല, പകരം നമുക്ക് അവ തമ്മിലുള്ളൊരു ബന്ധമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആകെ 1,100 രൂപയാണ്. അത് ചെരുപ്പിനാണ് വില കുറവ്, ബാഗിനാണ് വില കൂടുതൽ. ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ് ബാഗിന്. അപ്പോൾ 300 രൂപ കൂടുതലില്ലായിരുന്നു എങ്കിൽ രണ്ടിനും ഒരേ വിലയായേനെ. അപ്പോൾ 1,100-ൽ നിന്ന് നമ്മൾ 300 കുറയ്ക്കുകയാണെങ്കിൽ 0.8. അപ്പോൾ രണ്ടിനും ഒരേ വിലയാണെങ്കിൽ 800 രൂപയാവുള്ളൂ. അപ്പോൾ ഒരേ വില എന്ന് പറയുമ്പോൾ 2, അതായത് അപ്പോൾ ഓരോന്നിനും 400 രൂപ വില വരുമായിരുന്നുള്ളൂ. അപ്പോൾ ചെരുപ്പിൻ്റെ വില 400 പക്ഷേ ചെരുപ്പിനേക്കാൾ 300 കൂടുതലാണ് ബാഗിന്. അപ്പോൾ ബാഗിൻ്റെ വില എന്താവും? 400 + 300 അപ്പോൾ 700. അപ്പോൾ 400 ചെരുപ്പിൻ്റെ, ബാഗിൻ്റെ വില 700. നമുക്ക് നോക്കാം, രണ്ടും കൂടെ കൂട്ടി നോക്കുമ്പോൾ 0, 7, 4, 11. അപ്പോൾ രണ്ടിനും കൂടി 1,100, ചെരുപ്പിനേക്കാൾ 300 കൂടുതൽ. ഇത് നമ്മൾ മനക്കണക്കായിട്ട് മെൻ്റൽ മാത്തായിട്ട് ചെയ്തതാണ്. ഇത് നമുക്ക് 1, 2 വേരിയബിൾ ഉപയോഗിച്ചോ സമവാക്യം ഉപയോഗിച്ച് ഈക്വേഷൻസ് ഉപയോഗിച്ചും നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് രണ്ടിൻ്റെയും വില അറിയില്ല. അപ്പോൾ ബാഗും ചെരുപ്പിനാണ് വില കുറവ്, അതിന് എക്സായിട്ട് എടുക്കുകയാണ് നമുക്ക് എളുപ്പം. അപ്പോൾ ബാഗിൻ്റെ വില ചെരുപ്പിനേക്കാൾ പ്ലസ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അപ്പോൾ ചെരുപ്പിൻ്റെ വില എക്സ് എന്ന് കരുതുക. എക്സ് എന്ന് നമ്മൾ കരുതുകയാണ്, പിന്നീട് നമുക്കതിൻ്റെ വില കണ്ടെത്താനുണ്ട്. ചെരുപ്പിൻ്റെ വില എക്സ് എന്ന് കരുതുക. അപ്പോൾ ബാഗിൻ്റെ വില നമുക്ക് വേണമെങ്കിൽ y ആയിട്ട് എടുക്കാം. അപ്പോൾ 2 ചരങ്ങൾ വരും, അപ്പോൾ കണ്ടെത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവ തമ്മിലൊരു ബന്ധം നമുക്ക് തന്നതുകൊണ്ട് എക്സ് എന്ന ഒരു ചരത്തിൽ തന്നെ ബാഗിൻ്റെ വിലയും നമുക്ക് എഴുതാം. എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം? ചെരുപ്പിൻ്റെ വിലയേക്കാൾ 300 കൂടുതലാണ്. അപ്പോൾ ചെരുപ്പ് എക്സ് ആണെങ്കിൽ ബാഗിൻ്റെ വില x + 300 എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഇവയുടെ ആകെ വില 1,100. അതായത് ചെരുപ്പിൻ്റെ വിലയുടെ കൂടെ ബാഗിൻ്റെ വിലയും കൂടെ കൂട്ടുമ്പോൾ ചെരുപ്പിൻ്റെ വില x ആണ് + x + 300 1,100. x + x സജാതീയ പദങ്ങളാണ്, ഇവ നമുക്ക് കൂട്ടാം. ഒരു ചരം ഒരു x + 1x 2x + 300 1,100. ഇനി നമുക്ക് ഇവിടെ x മാത്രമായിട്ട് x സമം എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടണം. അപ്പോൾ എക്സിൻ്റെ കൂടെയുള്ളതെല്ലാം നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ 2x + 300. അപ്പോൾ +300നെ നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഈ +300 ഇവിടെ 0 ആവണമെങ്കിൽ ഇവിടെ -300, ഇതിൽ നിന്ന് ഒരു 300 കുറച്ചാൽ മതി. അപ്പോൾ +300 -300, അപ്പോൾ ഇത് നമുക്ക് 0 ആയി കിട്ടും. അപ്പോൾ സമത്തിൻ്റെ ഇടതുവശത്ത് എന്ത് ചെയ്യുന്നു, അത് തന്നെ ആ ക്രിയ തന്നെ സമവാക്യത്തിൻ്റെ വലതുവശത്തും ചെയ്യണം. അപ്പോൾ 1,100ൻ്റെ നിന്ന് നമ്മൾ 300 കുറച്ചു, കാരണം ഇവിടെ നമ്മൾ കുറച്ചു. അപ്പോൾ 2x +300 -300 അത് നമ്മൾ 0 ആവും, അത് പ്രത്യേകിച്ച് എഴുതണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് എളുപ്പത്തിന് പറയുക. ഇവിടെ +300 സമത്തിൻ്റെ അപ്പുറത്ത് പോയപ്പോൾ -300 ആയി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി ഇവിടെ -300 ആണെങ്കിൽ സമത്തിൻ്റെ പുറത്ത് പോകുമ്പോൾ പ്ലസ് ആയി. അതായത് ഇവിടെ കൂട്ടുകയാണെങ്കിൽ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ വിപരീത ക്രിയ, ഏത് ക്രിയയാണോ അതിൻ്റെ വിപരീത ക്രിയയാണ് ഇപ്പുറത്ത് വരിക. അപ്പോൾ അത് നമ്മളിവിടെ ശരിക്ക് ചെയ്യണത് ഇതിൻ്റെ വിപരീത ക്രിയ ചെയ്ത് ഇവിടെ നമ്മൾ 0 ആക്കുകയാണ്.
അപ്പോൾ സമത്തിൻ്റെ സമവാക്യമാവാൻ വേണ്ടി സമവാക്യത്തിന് ഇടതുവശത്ത് ചെയ്യുന്ന അതേ ക്രിയ തന്നെ വലതുവശത്ത് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ വലതുവശത്തും കൂടി ചെയ്യുന്നു. എന്നാലേ നമുക്ക് അതിൻ്റെ സമാന സമവാക്യം കിട്ടുള്ളൂ. അപ്പോൾ എളുപ്പത്തിന് നമുക്ക് 2x സമം 1100 മൈനസ് 300, അതായത് ഇവിടുത്തെ പ്ലസ് ഇവിടേക്ക് മൈനസായി, സമം 800. അപ്പോൾ x സമം 800/2 സമം 400. അപ്പോൾ x എന്ന് പറയുന്നത് നമ്മൾ ചെരുപ്പിൻ്റെ വിലയായിട്ടാണ് എടുത്തത്. അപ്പോൾ ചെരുപ്പിൻ്റെ വില നമുക്ക് 400 രൂപ എങ്കിൽ ബാഗിൻ്റെ വില 400 പ്ലസ് 300 സമം 700 രൂപ. അപ്പോൾ ചെരുപ്പിൻ്റെ പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് ആണ് എക്സ്. അപ്പോൾ പ്രൈസ് ഓഫ് ബാഗ് എക്സ് പ്ലസ് 300, അതിൻ്റെ സം എന്ന് പറയുന്നത് 1900. 2x പ്ലസ് 300 ഈക്വൽസ് 1900. അതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കാണുകയാണ്. പ്ലസ് 300 ഈക്വൽസിൻ്റെ പുറത്തെത്തുമ്പോൾ മൈനസ് 300. അപ്പോൾ എക്സ് ഈക്വൽസ് 400. ഈ എക്സ് എന്ന് പറയുന്നതാണ് ചെരുപ്പിൻ്റെ വില. അപ്പോൾ പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് 400ഉം പ്രൈസ് ഓഫ് ബാഗ് 700. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് 2 numbers ഈസ് 26 ആൻഡ് ദയർ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പോൾ 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ സമ്മ് 26ഉം അതിൻ്റെ ഡിഫറൻസ് 4ഉം. അതായത് 2 സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം 4ഉമാണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ 2 സംഖ്യകളും നമുക്കറിയില്ല. അപ്പോൾ ഇതിനെ നമുക്ക് 2 വേരിയബിൾ ഉപയോഗിച്ച് 2 ചരങ്ങൾ ഉപയോഗിച്ച് എഴുതാം. അപ്പോൾ സംഖ്യകൾ എക്സ് വൈ എന്ന് ഓരോന്നും കരുതുക. അതിൽ സംഖ്യകളുടെ തുകയാണ് 26 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംഖ്യ എക്സ്, അടുത്തത് വൈ, അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 26. അപ്പോൾ നമുക്കിതൊരു ഈക്വേഷൻ, ഒരു സമവാക്യം കിട്ടുകയാണ്. നമ്മളത് ഉപയോഗിച്ച് ആ ബന്ധം ഉപയോഗിച്ചൊരു സമവാക്യം എഴുതി. ഇനി അവയുടെ വ്യത്യാസം 4ആണ്. അതായത് ഒന്നിൽ നിന്നൊന്ന് കുറയ്ക്കുമ്പോൾ ഇവിടെ വ്യത്യാസം എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ സംഖ്യയിൽ നിന്നാണ് ചെറിയ സംഖ്യ കുറയ്ക്കുന്നത്. അതിനെയാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൈ, അപ്പോൾ എക്സ് ആണ് നമ്മുടെ വലിയ സംഖ്യ. അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൈ സമം 4. ഇതാണ് രണ്ടാമത്തെ സമവാക്യം. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 സമവാക്യങ്ങൾ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് രണ്ടും എക്സിൻ്റെ വിലയും കാണണം, വൈയുടെ വിലയും കാണണം. അപ്പോൾ ഒരു സമവാക്യത്തിൽ തന്നെ 2 ചരങ്ങൾ കെടുക്കുമ്പോൾ, 2 അൺനോൺ കെടുക്കുമ്പോൾ, 2 വേരിയബിൾ കെടുക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഒരു ചരം തന്നെയാണെങ്കിലേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 സമവാക്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ചരം ഒഴിവാക്കണം. അപ്പോൾ 2 സമവാക്യങ്ങൾ നമുക്ക് ഒരേ സജാതീയ പദങ്ങൾ നമുക്ക് കൂട്ടുക, കുറയ്ക്കുക, അങ്ങനെയുള്ള ക്രിയകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ അങ്ങനെ ചെയ്ത് കിട്ടുന്ന സമവാക്യങ്ങളൊക്കെ ഇതിൻ്റെ സമാന സമവാക്യങ്ങളാണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ 2 സമവാക്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്താലാണ് ഒരു ചരം ഒഴിവായി കിട്ടുക എന്ന് നമുക്ക് നോക്കണം. ഇപ്പോൾ ഈ 2 കൂടെ കൂട്ടുമ്പോൾ എക്സും എക്സും കൂട്ടുമ്പോൾ 2x ആണ്. പ്ലസ് വൈ മൈനസ് വൈ അവ സങ്കലന വിപരീതമാണ്. അവ തമ്മിൽ കൂട്ടുമ്പോൾ 0 കിട്ടും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സമവാക്യങ്ങൾ തമ്മിൽ കൂട്ടുന്നതാണ് എളുപ്പം. ഒന്നാമത്തെ സമവാക്യം പ്ലസ് രണ്ടാമത്തെ സമവാക്യം ഇംപ്ലൈസ് ഗീവ്സ്. അതായത് ഈ 2 സമവാക്യങ്ങൾ തമ്മിൽ കൂട്ടാൻ പോവുകയാണ് നമ്മൾ. പ്ലസ്, അപ്പോൾ എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് വൈ മൈനസ് വൈ ഇവിടെ 0 സമം. അപ്പോൾ ഇവിടെ എന്താണോ ചെയ്തത് ആ ക്രിയ തന്നെ എല്ലാം തമ്മിൽ ചെയ്യണം. സജാതീയ പദങ്ങൾ തമ്മിൽ നമ്മൾ ചെയ്തു. അതേപോലെ സംഖ്യകൾ 26 പ്ലസ് 4 30. 2x സമം 30, എക്സ് സമം 30 ബൈ ഇവിടെ ഗുണനാണ്. അപ്പോൾ സമത്തിൻ്റെ പുറത്ത് ഹരണം സമം 15. അപ്പോൾ എക്സിൻ്റെ വില, ഒരു സംഖ്യയുടെ വില നമുക്ക് 15 എന്ന് കിട്ടി. ഇനി ഈ വില ഇതിലേതിലെങ്കിലും കൊടുത്താലും നമുക്ക് മറ്റേതിൻ്റെ വില കിട്ടും. അപ്പോൾ എക്സ് ഇവിടെ ഈ സമവാക്യത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു സംഖ്യ 15 ആണ്. അതിൻ്റെ കൂടെ
അടുത്ത സംഖ്യ കൂട്ടുമ്പോഴാണ് 26 എങ്കിൽ y എന്തായിരിക്കണം? എക്സിൻ്റെ കൂടെ ഏത് സംഖ്യ കൂട്ടുമ്പോഴാണോ 26 കിട്ടുന്നത് എന്ന് കാണാനായിട്ട് y സമം ആ 26ൽ നിന്ന് ആ എക്സ് കുറച്ചാൽ മതി, 15 കുറച്ചാൽ മതി, സമം 11. അപ്പോൾ സംഖ്യകൾ എക്സ് 15ഉം y 11ഉം. ഇനി നമുക്ക് ഉത്തരം ശരിയാണോ എന്നും കൂടെ ഒന്ന് നോക്കണം. 15ഉം 11ഉം കൂടെ കൂട്ടുമ്പോൾ 26, 15ൽ നിന്ന് 11 മൈനസ് ചെയ്യുമ്പോൾ 4. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എക്സ് പ്ലസ് വൈ ഈക്വൽസ് 26 ഫസ്റ്റ് ഇക്വേഷൻ, എക്സ് മൈനസ് വൈ സെക്കൻഡ് ഇക്വേഷൻ. നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 2x ഈക്വൽസ് 30, എക്സ് ഈക്വൽസ് 15. അങ്ങനെ y ഈക്വൽസ് ഈ എക്സിൻ്റെ വാല്യൂ ഇതിലേതിലെങ്കിലും നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അങ്ങനെ വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ദ നമ്പേഴ്സ് ആർ 15 ആൻഡ് 11. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 40 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. അതായത് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ, ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പോൾ ഒരു ചതുരം ഈ ചതുരത്തിൻ്റെ ചുറ്റളവാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ വശങ്ങൾ തമ്മിലുള്ളൊരു ബന്ധവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നീളം പ്ലസ് വീതി പ്ലസ് നീളം പ്ലസ് വീതി, അതായത് 4 വശങ്ങളും കൂടെ കൂട്ടുന്നത്. അതിനെ നമുക്ക് 2 നീളം പ്ലസ് 2 വീതി, അല്ലെങ്കിൽ 2 പൊതുഘടകം എടുക്കുകയാണെങ്കിൽ 2 ഇൻറ്റു നീളം പ്ലസ് വീതി. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ചുറ്റളവ് സമം അല്ലെങ്കിൽ 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇതാണ് നമുക്ക് 40 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. ഇതിലെ ഒരു വശം, ഇതിനെ ചെറിയ വശം വലിയ വശം എന്നും പറയാം, അല്ലെങ്കിൽ നീളം വീതി എന്നും പറയാം. അപ്പോൾ ഇവിടെ ചെറിയ വശമാണ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നതെങ്കിൽ വലിയ വശം എക്സ് പ്ലസ് 8, അതിനേക്കാൾ 8 കൂടുതലാണ്. ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് ചുറ്റളവ്. അതാണ് 40 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. എല്ലാം കൂടെ കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 8 പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 8 പ്ലസ് എക്സ്, അല്ലെങ്കിൽ ഈ രണ്ട് വശങ്ങൾ വലിയ വശവും ചെറിയ വശവും തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി കണ്ടാലും മതി. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് പ്ലസ് 8 സമം 40 സെൻറ്റിമീറ്റർ. ഇവിടെ 2 ഇൻറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ സമത്തിൻ്റെ പുറത്തേക്ക്, ഇവിടെ ഗുണനാണ്, സമത്തിൻ്റെ പുറത്ത് ഹരണം ചെയ്താൽ ഈ 2നെ നമുക്ക് ഒഴിവാക്കാം, ബ്രാക്കറ്റ് മാറ്റാതെ തന്നെ. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 8 സമം 40. ഈ ഗുണനം ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരണം സമം 20. അപ്പോൾ 2x പ്ലസ് 8 സമം 20, 2x സമം 20. ഈ 8നും ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 8 സമം 12. അപ്പോൾ എക്സ് സമം 12/2 സമം 6. അപ്പോൾ ചെറിയ വശം സമം 6 സെൻറ്റിമീറ്റർ. അപ്പോൾ വലിയ വശം എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 8, അതിനേക്കാൾ 8 കൂടുതലാണ്, സമം 14 സെൻറ്റിമീറ്റർ. നമുക്ക് ശരിയാണോ എന്ന് നോക്കാം. അതിൻ്റെ ചുറ്റളവ് കാണുമ്പോൾ 2 ഇൻറ്റു വശങ്ങളുടെ തുക 6 പ്ലസ് 14 സമം 2. 6 പ്ലസ് 14 എന്ന് പറയുന്നത് 20. അതായത് 2 ഇൻറ്റു 20 സമം 40. ഇവിടെ ചുറ്റളവ് പെരിമീറ്റർ, പിന്നെ ലെങ്ത്ത് ഒരു ബ്രെഡ്ത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ സൈഡ്സ് 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പോൾ ഇതിനെ സൈഡ്സ് ആർ 6 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ വയർ
3.5 meters long is to be cut into 2 pieces, with one piece bent into a square and the other into a equilateral triangle. The lengths of the side of both must be same. How should the wire be cut? 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. എങ്ങനെ മുറിക്കണം? അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശ ചിത്രമാണ്. ഒരു 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി, 3.5 മീറ്റർ നീളമുള്ളത്, അത് മുറിച്ച് 2 കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ ഒരു കഷ്ണം കൊണ്ട് നമുക്കൊരു സമചതുരം അത് വളച്ച് അത് ബെൻഡ് ചെയ്ത് നമുക്കൊരു സ്ക്വയർ ആക്കണം. അടുത്ത ചെറിയ പീസ് ഉപയോഗിച്ച് നമുക്ക് അതിനൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് സമഭുജ ത്രികോണവും ആക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 3.5 മീറ്റർ എങ്ങനെ മുറിക്കണം, എവിടെ വെച്ച് മുറിക്കണം, ഇതിൻ്റെ ഓരോന്നിൻ്റെയും സൈഡ് എത്രയായിരിക്കും? എല്ലാ സൈഡും ഈക്വൽ ആവണം, തുല്യമാവണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സൈഡ് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡും ഈക്വലാണ്, സമചതുരായതുകൊണ്ട്. അതേപോലെ ഇത് ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, സമഭുജ ത്രികോണമാണ്, അപ്പോൾ അതിൻ്റെയും എല്ലാ സൈഡും തുല്യമാണ്. സമചതുരത്തിൻ്റെയും സമഭുജ ത്രികോണത്തിൻ്റെയും സൈഡുകളെല്ലാം തുല്യമായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എക്സ് എടുത്തത് കൊണ്ട് ഇതും എക്സ്, എല്ലാം എക്സ് ആണ്. അപ്പോൾ നമുക്ക് ആകെ ഇതിൻ്റെ നീളം വേണ്ടത്. അപ്പോൾ ഒരു പീസ് ഉപയോഗിച്ച് വളച്ചിട്ടാണ് നമ്മൾ ഈ സമചതുരം ഉണ്ടാക്കുന്നത്, അടുത്തത് വളച്ചിട്ടാണ് നമ്മൾ ഇതും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ആകെ നീളം എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, അതായത് ഇതിൻ്റെ പെരിമീറ്റർ, ഇതിന് 4x വേണം, ഇതിൻ്റെ പെരിമീറ്റർ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 3x വേണം. അപ്പോൾ 4x പ്ലസ് 3x, ഇതാണ് ഈ ടോട്ടൽ ഈ കമ്പിയുടെ ഈ വയറിൻ്റെ നീളം വരുന്നത്. അതായത് 3.5 മീറ്റർ എല്ലാ നീളവും കൂടെ കൂട്ടുമ്പോൾ ഇത് കിട്ടണം. അപ്പോൾ 4x പ്ലസ് 3x, അതായത് 4x പ്ലസ് 3x സമം 7x സമം 3.5 മീറ്റർ. എക്സ് സമം 3.5 ബൈ 7. ഈ പോയിൻ്റ് നമുക്ക് കളയാൻ 10 കൊണ്ട് അംശത്തിനും ഛേദത്തിനും ഗുണിച്ചാൽ മതി. 35 ബൈ, ഇവിടെ 0 ചേർത്ത് ഒരു ദശാംശസ്ഥാനം ആകുമ്പോൾ നമുക്ക് 35 ആവും. ഇവിടെ 70, 35നെ 70 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/2 അല്ലേ, അതായത് അര. 0.5, 35 ബൈ 70 എന്ന് പറഞ്ഞാൽ 35 70ൽ 2 പ്രാവശ്യം, അപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ അര, അല്ലെങ്കിൽ 0.5 മീറ്റർ. 1/2 മീറ്ററാണ് അപ്പോൾ ഇതിന് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് ഈ എക്സ് എന്ന് പറയണത് 0.5, ഇതും 0.5. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര വേണ്ടി വരും? ഇതിനാകെ സമചതുരത്തിന് വേണ്ട ലെങ്ത്ത് 4x എന്ന് പറയുന്നത് 4 × 0.5, അല്ലെങ്കിൽ അര പ്ലസ് അര 1, 1.5, 2 മീറ്ററും ട്രയാങ്കിളിൻ്റെ 3x 3 × 0.5 1.5 മീറ്ററും. അപ്പോൾ ഇതിനാകെ വേണ്ടത് 2 മീറ്ററാണ്, ഇതിന് വേണ്ടത് 1.5 മീറ്ററാണ്. അപ്പോൾ എങ്ങനെ മുറിക്കണം ഈ വയറ്? ഒന്ന് 2 മീറ്ററായിട്ടും ഇത് 1.5 ആയിട്ടുമാണ് ഈ വയറ് നമുക്ക് മുറിക്കേണ്ടത്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ക്ലാസ് there are 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളേക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളുമാണ്? അപ്പോൾ ഇതിന് തന്നിട്ടുള്ള ആ സൂചനയനുസരിച്ച് സമവാക്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഘട്ടം. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളേക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. 8 ആൺകുട്ടികൾ വരാതിരുന്നൊരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളും? ഇതിനനുസരിച്ച് നമുക്ക് സമവാക്യം രൂപീകരിക്കാം. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളേക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം
ആൺകുട്ടികളുടെ എണ്ണം നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. എക്സ് എന്ന് കരുതുക. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം എന്താവും? പെൺകുട്ടികളുടെ എണ്ണം x+4. അതായത് ആൺകുട്ടികളുടെ എണ്ണത്തിനേക്കാൾ 4 കൂടുതലാണ് പെൺകുട്ടികൾ. ഇനി പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ദിവസം 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം x ആണ്. അപ്പോൾ ഒരു ദിവസം 8 ആൺകുട്ടികൾ വന്നില്ല. അപ്പോൾ ഈ ആകെയുള്ളതിൽ നിന്ന് 8 കുറഞ്ഞു. അപ്പോൾ -8. ആ ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. അപ്പോൾ എക്സ് ആണ് ആകെയുള്ളത്. അന്ന് 8 കുട്ടികൾ വന്നില്ല. അപ്പോൾ x-8. ഇതിൻ്റെ 2 മടങ്ങ്. 2 മടങ്ങെന്ന് പറഞ്ഞാൽ ഇൻറ്റു 2. അപ്പോൾ 2 ഇൻറ്റു x-8. ഇതിൻ്റെ 2 മടങ്ങായി പെൺകുട്ടികൾ. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ x+4 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം x+4 ആണ്. ആൺകുട്ടികളുടെ എണ്ണം x ആണ്. ഒരു ദിവസം 8 പേര് വന്നില്ല. അപ്പോൾ x-8. അതിൻ്റെ 2 മടങ്ങ് x-8നെ ഇൻറ്റു 2. അപ്പോൾ 2 ഇൻറ്റു x-8. അപ്പോൾ അതാണ് പെൺകുട്ടികളുടെ എണ്ണം അന്നത്തെ. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണത്തിന് കുറവില്ല. ആ പെൺകുട്ടികളുടെ എണ്ണം x+4 തന്നെയുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ക്രിയ ചെയ്ത് എക്സിൻ്റെ വില കണ്ടെത്തണം. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം. 2 ഇൻറ്റു ഇതിൻ്റെ മൊത്തമാണ് ഈ ഗുണനെന്ന് പറയുന്നത്. അപ്പോൾ 2 കൊണ്ട് എക്സിനെയും ഗുണിക്കണം, 2 കൊണ്ട് ഈ -8നെയും ഗുണിക്കണം. അപ്പോൾ 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2x, 2 ഇൻറ്റു -8 എന്ന് പറഞ്ഞാൽ -16 സമം x+4. ഇനി എക്സുകളെയൊക്കെ നമുക്ക് സമത്തിൻ്റെ ഇടതുവശത്തേക്കും സംഖ്യകളെ വലതുവശത്തേക്കും കൊണ്ടുപോകാം. അപ്പോൾ 2x ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -x, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് -x + x എന്നൊക്കെ പറയുന്നത്, സമം 4 -16നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +16. 2xൽ നിന്ന് ഒരു എക്സ് പോയാൽ x സമം 4 + 16 20. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണമാണ് നമ്മൾ 20 എക്സ് എന്ന് എടുത്തത്. അതാണ് നമുക്ക് 20 കിട്ടിയത്. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം x+4. ഇത് ആൺകുട്ടികളുടെ എണ്ണം. ഇത് പെൺകുട്ടികളുടെ എണ്ണം. എണ്ണം x+4 സമം 20 + 4 സമം 24. ഇത് നമുക്ക് ശരിയാണോ എന്നൊന്ന് നോക്കാം. ആൺകുട്ടികളുടെ എണ്ണം 20ഉം പെൺകുട്ടികളുടെ എണ്ണം 24ഉം. ഒരു ദിവസം ഇതിൽ നിന്ന് 8 പേര് വന്നില്ല. അപ്പോൾ 20ൽ നിന്ന് 8 പേര് വരാതായപ്പോൾ 12. അന്ന് ഇതിൻ്റെ ഇരട്ടിയാണ് പെൺകുട്ടികളുടെ എണ്ണം. ഇത് ഇൻറ്റു 2 അല്ലെങ്കിൽ 2 ഇൻറ്റു 12 എന്ന് പറയുന്നതാണ് 24. അപ്പോൾ 20ആണ്. 8 പേര് വരാത്ത ദിവസം 12 ആണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് 24 എന്ന് പറയുന്നത്. നമ്മുടെ ഉത്തരം ശരിയാണ്. ഇപ്പോൾ ഇവിടെ ലെറ്റ് നമ്മൾ എക്സ് ബി ദ നമ്പർ ഓഫ് ബോയ്സ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് x+4. ഇത് നമുക്കറിയാം കാൽക്കുലേഷൻ. ഇപ്പം നമ്മൾ ഫൈനലി ദെർഫോർ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് 20, നമ്പർ ഓഫ് ഗേൾസ് 24. കുട്ടികളെ, ചതുഷ്ക്രിയകൾ പ്രാക്ടീസ് ചെയ്യുന്നതിനായി ഞാനൊരു ക്വിസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ ഉത്തരം കണ്ടെത്തണം. താഴെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചാണ് അത് പൂരിപ്പിക്കേണ്ടത്. ഇതിൻ്റെ ആൻസർ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. പ്രിയ കുട്ടികളെ, പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. തുടക്കം മുതലേ എല്ലാവരും നന്നായി പരിശ്രമിക്കണം. എൻ്റെ കുട്ടിക്കാലത്ത് മലയാള പാഠപുസ്തകത്തിൽ ഞാൻ പഠിച്ച ഒരു പാഠം ഓർക്കുകയാണ്. അതിനെ ഒരു കഥയായി തന്നെ കണ്ടാൽ മതി. ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള പാലിച്ചു പോന്ന ഒരു വാചകമാണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അസാധ്യമായി ഒന്നുമില്ല. അത് സാധൂകരിക്കുന്ന ഒരു കഥയാണ് ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചത്. പണ്ട് ഒരു കൊട്ടാരത്തിൽ കുറേ മല്ലന്മാരായ ഗുസ്തികാരുണ്ടായിരുന്നു.
അതിലെ ഒരു ഗുസ്തിക്കാരൻ തൻ്റെ മസിൽ പവർ കൂട്ടാനായി ആയിടെ കൊട്ടാരത്തിൽ പ്രസവിച്ച ഒരു ആനക്കുഞ്ഞിനെ സ്വന്തം തലയ്ക്ക് മുകളിൽ ഉയർത്തുകയുണ്ടായി. അത് പിറ്റേ ദിവസവും തുടർന്നുള്ള ദിവസങ്ങളിലും അയാൾ ചെയ്തു പോന്നു. തലേ ദിവസം ചെയ്ത പ്രവൃത്തി പിറ്റേ ദിവസം 24 മണിക്കൂറിന് ശേഷം വീണ്ടും ചെയ്യുന്നതിന് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ പ്രവൃത്തി നിരന്തരം ചെയ്തു പോന്നപ്പോൾ ഒരു ദിവസം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആനയെ തന്നെ അയാൾക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നതാണ് കഥ. ആനയെ ഉയർത്തിയോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കടുത്ത ആഗ്രഹത്തോടെ നിരന്തരമായി നമ്മൾ പ്രവർത്തിച്ചാൽ നടക്കാത്തതായി, അസാധ്യമായി ഒന്നുമില്ല. പുതിയ അധ്യയന വർഷത്തിൽ എല്ലാ വിജയാശംസകളും നേരുന്നു. ഹാവ് എ വണ്ടർഫുൾ അക്കാഡമിക് ഇയർ. താങ്ക് യു.